പോകാം. അയ്യോ, എന്താ? ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു, അബദ്ധം പറ്റിയതാ. വേഗം വാ. ഓ, എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു. എഴുന്നേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല. കണ്ടില്ലേ? അവളിത് എവിടെ പോവാനാ? എവിടെ പോയത് നോക്കിയേ. ആ മുറിയിൽ നോക്കിയോടാ. നിങ്ങൾ എവിടെ കിടന്ന് കറങ്ങാണ്ട് എല്ലാ മുറിയിൽ കയറി നോക്കുന്നേ? ഞാൻ എല്ലാവരും നോക്കിയില്ലേ. സരസു, എടാ സരസുവേ, എന്തേ സരസു? എടാ അച്ചു, എടാ അച്ചു. ഓ, കിടന്നുറങ്ങുന്നോടാ പോത്തുകളെ, പെണ്ണിനെ കാണാനില്ല. എടാ അച്ചുവേ, സരസുവിനെ കാണാനില്ല. ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടുന്ന വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും? മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ, അവര് നാട് വിടും മുമ്പ് എനിക്ക് പിടിക്കണം. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ജാതകം പലിച്ചൂടി. ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന്. അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോനെ വിളിച്ചെടുത്തോണ്ട് പോയില്ലേ? ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ? സൂക്ഷിച്ചു, ഒരുപാട് സൂക്ഷിച്ചു. അതുകൊണ്ടാ ഇങ്ങനെ പറ്റിയേ. ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല. അവർ നാടൂടെ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കടാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈറോഡിലേക്ക് പോകുന്ന 6231 നമ്പർ തിരുവനന്തപുരം ഈറോഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നു. മണിക്കുട്ടൻ എത്തിയില്ലേ? ട്രെയിൻ എത്താറായി. ഒന്ന് സ്പീഡിൽ വിടറോ. വിമാനത്തിന് സ്പീഡ് ഓട്ടോറിക്ഷയ്ക്ക് കിട്ടൂല മോനെ. ഒന്നാമത് എഞ്ചിൻ പണി ഏറെ വണ്ടിയാണ്. അയ്യോ, ഗേറ്റ് അടച്ചു. ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യടോ. സിനിമയിലെ പോലെ ആട്ടോ ജമ്പ് ചെയ്യിക്കട്ടെ? വേണ്ട, ഞാൻ ജമ്പ് ചെയ്തോളാം. അങ്ങനെയൊന്നും അല്ല. ഇന്ന് വെളുപ്പിന് തന്നെ നീ എന്റെ വീട്ടിലെത്തുന്നു പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല അതെന്റെ മോളെ പൊക്കിക്കൊണ്ട് പോകാനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ. മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിയിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. ഉണ്ണിത്താനോട് കളിച്ചാൽ നിന്നെ കൊന്നു കുഴിച്ചു കൂടും. പറയടാ, മിണ്ടിപ്പോവരുത്. അവനെ ഇവരെ തല്ലാൻ നിനക്കെന്താ അവകാശം? എത്തിയല്ലോ സൂത്രധാരൻ. ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ?
വിരലൊന്നും ഞൊടിച്ച കൂടെ പോരാ തന്റെ മോളെ പാട്ടിലാക്കാൻ അത്ര വലിയ തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. ആമ്പിള്ളേരെ വഴിപിഴപ്പിക്കാൻ നടക്കുന്ന ശവം. തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ട. മാറ്റർ മക്കളിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം താനിപ്പോ അറിയും. എടോ, ജനിപ്പിച്ചാൽ മാത്രം പോരാ, മക്കളെ വളർത്താനും പഠിക്കണം. താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു. തന്തയില്ലാത്തത് പറയരുത്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. കല്യാണ പന്തലിൽ നിന്ന് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഞാൻ പറയും. താൻ എന്തോ ചെയ്യും. എടാ ഉണ്ണിത്താനെ, ഇനി തിരിച്ചു തല്ലാമെന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കന്റെ തലയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും. വാടാ. ഓ, നിക്കണോ? എനിക്ക് തന്നെ സമ്മാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാട് തീർന്നു. പിന്നെ സമയമില്ലാതായി പോയി. ഇല്ലെങ്കിൽ തിരിച്ചു തന്ന് 10 പേജ് തെറി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഓ, മുഹൂർത്തമായി. വാടി കേരളം ഇങ്ങോട്ട് ഇറങ്ങടി. മോളെ വാ. മോളെ കൊണ്ടുപോയി സാരി മാറ്റിട്ട്. ഇപ്പൊ തുണി ഉടുത്തിട്ടുണ്ടല്ലോ, അത് മതി. പെണ്ണെത്തി പെണ്ണെത്തി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന്. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി. ചെന്നിരിക്കണേ മണ്ഡപത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ? ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ? അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വാടാ, വന്നോളൂ. അതെ അതെ, ഞാൻ പറയുന്നത് നിങ്ങള് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞത് എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി ഈ കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തുവോ? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമനാ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തുചാടി ഞങ്ങളയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പൊത്തിയൊരെണ്ണം കിട്ടിയില്ലേ? അടിയോ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടിരി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ. നിന്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഞങ്ങളത് നടത്തി തരായിരുന്നില്ലേ? ഓടി വളർന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ ഇവനെ പിന്തിരിപ്പിച്ചേനെന്ന് പറയാനാ തുടങ്ങിയത്. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? എന്തൊരു നല്ല ബന്ധം. എടീ, തറവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നു. അപ്പൊ നമ്മുടെ മോനോ? ആണുങ്ങൾക്ക് എന്തു ആവാം. മാത്രമല്ല, പാലത്തെങ്കിൽ കുറുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് വട്ടപ്പറമ്പ് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണ് ഒരു യോഗ്യത? അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവും പ്രഖ്യാപിച്ചു. എന്താ കുഴപ്പമുണ്ട? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത്? അത് അതെന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തെണ്ടിയുടെ മകനാണെങ്കിലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടിത്തം ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ, നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോള. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവനീ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല.
ഒരു 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി ഞാൻ. കണ്ടോ 1500 കിട്ടണം. ഓടാ. മോനെ തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണ അവള്. അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ? ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ താനും എന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. എടാ മോനെ, നിന്നെ വിശ്വസിച്ച അവൾ ഇറങ്ങി പോകുന്നത്. അല്ല ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവാ. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും. ഉറപ്പാ. പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല. ഉറപ്പ്. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ.